അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ ജനുവരി 1-ാം തീയതി ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ പോകുന്നത് ഇപ്പം ഞങ്ങൾ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. അപ്പോൾ എല്ലാ 1-ാം തീയതിയും പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കുറച്ച് പൈസ അയക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഇറങ്ങിയേക്കുന്നത്. അപ്പം അവിടേക്കൊക്കെ നമുക്ക് ബൈക്കോ ഒക്കെ കൊണ്ടുപോയാൽ മതി, കാരണം നമുക്ക് വീടിൻ്റെ അടുത്താണ്. അപ്പോൾ പൈസയൊക്കെ അയച്ചതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് വന്ന് ഉണ്ണീശപ്പള്ളി പോവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുർബാനയ്ക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല, എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ അടിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ണീശപ്പള്ളിയിലാണെങ്കിൽ നമുക്ക് പോയി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. കുർബാന മിക്കവാറും ചില സമയത്തൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പോവുകയാണെങ്കിൽ അധികം തിരക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊക്കെ ഓർത്താണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് നമുക്ക് ഉച്ചയൊക്കെ ആകുമ്പം പുറത്തുനിന്ന് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സുഖമില്ലാതിരുന്ന ദിവസങ്ങളായിരുന്നതുകൊണ്ട് പപ്പയും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നേ, അപ്പം അവരും ഉണ്ട് കൂടെ. അപ്പം ഇതാണ് ബാംഗ്ലൂരത്തെ ജനുവരി 1-ാം തീയതിയിലെ കാഴ്ചകൾ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നേ ഉള്ളേ. ഒരു 11:30 കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഓഫീസുകളൊക്കെ വർക്കിംഗ് ആണ്, സ്കൂളിന് അവധിയുണ്ട്, പക്ഷേ കോളേജുകൾ വർക്കിംഗ് ആണ്. അതുകൊണ്ട് വലിയ തിരക്കില്ല. പക്ഷേ എന്നാലും നമ്മൾ ചില സ്ഥലത്തേക്കൊക്കെ എത്തുമ്പോഴത്തേനും നല്ല തിരക്കുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബാംഗ്ലൂർ. നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിൽ കുടുങ്ങി. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് എവിടെയുള്ളെന്ന് നമുക്ക് തോന്നും. കാരണം ചില സമയം ഒരുപാട് നേരം നമ്മൾ ട്രാഫിക്കിൽ നിന്നിട്ടായിരിക്കും പോവുക. ഇന്നിപ്പം എല്ലാം ഓഫീസും വർക്കിംഗ് അല്ല, എല്ലാ സ്കൂളുകളും വർക്കിംഗ് അല്ല. എന്നിട്ടും ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ണീശപ്പള്ളിയിലേക്ക് ഒരു 1 മണിക്കൂറിന് മേലെയുണ്ട് ദൂരം. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ എത്തിയപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു 1 മണിയായി. 1 മണി കഴിഞ്ഞ് പിന്നെ നമ്മൾ അരമണിക്കൂർ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോഴത്തേനും ഒരു 1:30 കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഉണ്ണീശപ്പള്ളിയിലേക്ക് പോകുന്നത് HL റോഡിൽ കൂടെയാണ്. അപ്പോൾ അതാണ് ഉണ്ണീശയുടെ പള്ളി. ഉണ്ണീശേനെ എല്ലാ ദിവസവും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വയ്ക്കും കേട്ടോ. ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാ അവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വലിയ പുൽക്കൂട്. നല്ല രസമുണ്ടായിരുന്നു പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഉണ്ണീശപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഈ ഒരു സൈഡ് മുഴുവൻ കടകളാണ്. ഇവിടെ നമ്മുടെ നോൺ വെജ് ഐറ്റംസൊക്കെ വയ്ക്കുവേ. നമുക്ക് ബീഫൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തുനിന്ന് പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ വയ്ക്കുന്ന സ്ഥലമുണ്ട്, വെജിറ്റബിൾസൊക്കെ വയ്ക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തലപ്പക്കാട്ടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോയത് കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നേ. അപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കായി. ബാംഗ്ലൂർ നമ്മൾ ഫിനിക്സ് മാളിൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പം ഫിനിക്സ് മാളിൻ്റെ അവിടെയൊക്കെ ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ല, എല്ലാവരും ടൂറിലൊക്കെ ആയിരിക്കാം. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫിനിക്സ് മാൾ. അതിൻ്റെ മേലേക്കൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ജോലിയും തിരക്കും പിന്നെ അസുഖവും ഒക്കെ ആയി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ നമ്മളിത് അതിൻ്റെ മുന്നിൽ കൂടെ പോവാണ്. ഇന്നിപ്പോൾ ഇറങ്ങുന്നില്ല, ഇനിയൊരു ദിവസം വരാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ ഇതാ ഡെക്കാത്ലോൺ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വൈറ്റ് ഫീൽഡിലെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.